ദളപതി വിജയ് നായകനായ ജനനായകൻ റിലീസായത് ജൂലൈ 23-നായിരുന്നു. ഇന്നലെ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു. സൂര്യയുടെ ബർത്ത്ഡേ. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ വിഷസ് ടു സൂര്യ. അപ്പോൾ അവരുടെ പുതിയ സിനിമയായ വിശ്വനാഥ് ആൻഡ് സൺസിലെ ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ദ വെഡ്ഡിംഗ് പ്രോമോ കണ്ടുപോകാമ. സൂര്യ കുറച്ചും ആ പാടുന്ന സൂര്യാണ് കേട്ടാ, സിംഗർ സൂര്യ. ഹാപ്പി ബർത്ത്ഡേ ദ വൺ അമിതാഭ് ബച്ചൻ. ദ വെഡിങ് സോങ് ഔട്ട് ഓൺ 25th ജൂലൈ. ഒരു പ്രോമോ ആണ് കേട്ടാ. ആൻഡ് റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 14th 2026 ആണ്. ജി.വി. പ്രകാശാണ് മ്യൂസിക് ചെയ്യുന്നത്. ആൻഡ് വെങ്കി അഡ്ലൂരി, നേരെ ലക്കി ഭാസ്കർ, വാത്തി ധനുഷിന്റെ, ലക്കി ഭാസ്കർ ദുൽഖറിന്റെ സിനിമയൊക്കെ സംവിധാനം ചെയ്ത ആളാണ് ഇതും. വിശ്വനാഥ് ആൻഡ് സൺസ് ആണ് സിനിമയുടെ പേര്. മമിതയാണ് നായികയായിട്ട് വരുന്നത്. മമിത ഇപ്പൊ ജനനായകനിൽ നല്ലൊരു പെർഫോമൻസ് വൈസ് ചെയ്ത് നല്ലൊരു വിസിബിലിറ്റി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെയാണ് സിനിമ റിലീസ് ചെയ്തത്. ജി.വി. പ്രകാശാണ് മ്യൂസിക്. ഇതൊരു എനിക്കൊരു പാട്ടൊരു ദ വെഡ്ഡിങ് സോങ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഒരു കല്യാണ ഒരു സിറ്റുവേഷൻ തന്നെയാണ് അവിടെ വരുന്നത്. ഒരു നല്ലൊരു ബീറ്റൊക്കെ ഉള്ള ഒരു ഡാൻസ് പാട്ടായിരിക്കും വരാൻ പോകുന്നത്. രാജ തന്നാലെ റാണി പിന്നാലെ, അങ്ങനെ ഒരു നല്ലൊരു ലിറിക്സും വരാനുള്ള ചാൻസ് ഒക്കെ കൂടുതൽ തന്നെയാണ്. സൂര്യ ഇതില് ഒരു മിഡിൽ ഏജ്ഡ് മാൻ ആണ്. ഒരു 40-40ഓളം വയസ്സ് വരുന്ന ഒരാള്. മമിത ഇതിലൊരു ടീനേജ് ഗേളും, ഒരു 20-22 അങ്ങനെ. അവർ തമ്മിലുള്ള ഒരു പ്രണയമാണ് കാണിക്കുന്നതായിട്ടാണ് ഈ സിനിമ വരുന്നത്. ഇതിന്റെ ഒരു ടീസർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇറങ്ങിയ സോങ് ഒക്കെ പറയുന്നത് അതാണ്. അതായത് ഒരു മധ്യവയസ്കനായ ഒരാളിൽ ഒരു ടീനേജ് ആയ ഒരു കൗമാരക്കാരിക്ക് പ്രണയം തോന്നുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട സൂര്യ ഇതിലൊരു വലിയൊരു പണക്കാരനാണ്, ബിസിനസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു പിന്നെ ആ ഒരു മെച്യൂരിറ്റി ഒക്കെ കാണിക്കുന്ന ഒരാളും കൂടെയാണ് സൂര്യ. മമിതയിലേക്ക് വരുമ്പോൾ മമിത ഇതിൽ ഒരു കളിച്ചും ചിരിച്ചും ലൈഫ് ഒന്ന് എൻജോയ്, കാരണം കൗമാരിക്കാരിയാണല്ലോ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ മിഡിൽ ഏജിലെ മാനും ടീനേജിലെ ഗേളിനും സംഭവിക്കുന്ന ഒരു ലവ് എന്നാണ് മുമ്പ് വെങ്കി അഡ്ലൂരി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്, ഈ സിനിമയുടെ സംവിധായകൻ. അപ്പോൾ കണ്ടപാടെ അത് തന്നെയാണ് സിനിമയിലും കൂടെ സംഭവിക്കാൻ പോകുന്നത്. ബട്ട് ജി.വി. പ്രകാശിന്റെ മ്യൂസിക് നന്നായിട്ട് തന്നെ വരും. ആദ്യം ഒരു പാട്ട് പട്ടാമ്പൂച്ചയാണെന്ന് തോന്നുന്നു ലിറിക്സ് ടൈറ്റിൽ, എനിക്ക് വിട്ടുപോയി, പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഈ പാട്ടിന്റെ പേര് ദ വെഡ്ഡിങ് സോങ് എന്നാണ്. ഇതൊരു ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡാൻസ്, ഒരു കല്യാണ പാട്ടിൽ ഒരു ആട്ടം പാട്ടം പോലത്തെ ഒരു പാട്ടായിരിക്കും. ബീറ്റ് കേട്ടപ്പോൾ കൊള്ളാം, ലിറിക്സ് കേട്ടപ്പോഴും കൊള്ളാം. പാടുന്നതും സൂര്യയാണ്, സിംഗർ സൂര്യ. എനിക്ക് ഒരു നല്ലൊരു എക്സ്പെക്ടേഷനിലാണ് സൂര്യ. കുറെ നാൾക്ക് എനിക്ക് അവസാനമായിട്ട് പാടിയത് എനിക്ക് തോന്നുന്നു അഞ്ചൽ ഏക് ദോ തീനാണെന്ന് തോന്നുന്നു. അതിനുശേഷം പാടിയോ ഇല്ലോ എന്നൊരു ഉറപ്പില്ല. അപ്പൊ ഇപ്പൊ ഒരു പാട്ട് പുതിയതായിട്ട് പാടാനും വരുന്നുണ്ട്. അപ്പൊ പടം എങ്ങനെ വരുമെന്ന് കണ്ടു തന്നെ അറിയാം. നെക്സ്റ്റ് മന്ത് തന്നെയാണ് പടം റിലീസ് ആവുന്നത്, ഓഗസ്റ്റ് 14th 2026. എനിക്ക് തോന്നുന്നു ഒരു 2-3 മാസത്തിന്റെ ഇടവേളയിലാണ് കണ്ട സൂര്യയുടെ പടങ്ങൾ. നേരത്തെ കറുപ്പിറങ്ങി, ഇപ്പം വിശ്വനാഥ് ആൻഡ് സൺസ്. വളരെ ചുരുങ്ങിയ മാസങ്ങൾക്ക് ഇടവേളയിൽ 2 സിനിമകൾ റിലീസ് ചെയ്യുന്നു. അപ്പോൾ കണ്ടറിയാം എങ്ങനെയാണ് സിനിമ വരുന്നതെന്ന്. ഇത് തെലുങ്കിലും ഈ സിനിമ റിലീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് മമിത ബൈജു ആണ് നായിക. മമിത ബൈജു ഇപ്പോഴെ തന്നെ എല്ലാ ബിഗ് സ്റ്റാർസിന്റെ കൂടെ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ കര ധനുഷിന്റെ കൂടെ, ജനനായകൻ ദളപതി വിജയന്റെ കൂടെ, ഇപ്പോൾ വിശ്വനാഥ് സൺസ് സൂര്യയുടെ കൂടെ, ഇനി മലയാളത്തിലെ ബത്ലഹാം യൂണിറ്റ്, കുടുംബ യൂണിറ്റ്, അത് നിവിൻ പോളിയുടെ നല്ലൊരു എന്താ പറയുക, ഒരു പ്ലാനിങ്, ഒരു നല്ലൊരു എല്ലാ നല്ല പടങ്ങൾ അല്ലെങ്കിൽ നല്ലൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള പടങ്ങളിൽ തന്നെയാണ് മമിതയ്ക്ക് കിട്ടുന്നത്. ഇനി മലയാളത്തിലേക്ക് അധികം വരുമോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ആൻഡ് വൺസ് അഗൈൻ ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ സൂര്യ, ആൻഡ് വിഷ് യു ഓൾ ദ ബെസ്റ്റ് ടു ദ ന്യൂ ചാപ്റ്റർ, ന്യൂ ഫിലിം വിശ്വനാഥ് ആൻഡ് സൺസ്. വെങ്കയ്യ അഡ്ലൂരി ഒരു നല്ലൊരു സംവിധായകനാണ്. കണ്ടറിയാം എങ്ങനെയാണ് വരുന്നത് സിനിമ.